ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിംസ് ഫേവറേറ്റ്സ്. ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് കാർഡ്ബോർഡ് വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ്. ഒരു ഡാൻസിങ് ഡോളിനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് കാണാം. അതിനുവേണ്ടി നമുക്ക് ഇതുപോലെ ഒരു കാർഡ്ബോർഡ് വേണം. അതിന് മുകളിൽ ഞാനൊരു ഡാൻസിങ് ഡോളിനെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഡാർക്ക് ചെയ്തെടുക്കണം. കംപ്ലീറ്റ് ആയിട്ടും ഡാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു അര ഭാഗം വരെ നമുക്ക് നല്ലതുപോലെ ഡാർക്ക് ചെയ്തെടുക്കാം. ഫേസും ആ ഒരു ഡ്രസ്സിൻ്റെ ആ ഒരു ഭാഗം വരെ നമുക്കൊന്ന് ഡാർക്ക് ചെയ്തെടുക്കാം. സ്കേർട്ടിൻ്റെ അവിടെ നമുക്കൊന്നും ചെയ്യേണ്ടതില്ല. അപ്പോൾ ഞാൻ ആദ്യം ഒരു മാർക്കറാണ് എടുത്തത്. മാർക്കർ വരയ്ക്കുമ്പോൾ നമുക്ക് എഡ്ജസ് ഒന്നും ഒരു ഷാർപ്പായിട്ട് വരയ്ക്കാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ പുറത്തേക്കൊക്കെ സ്പ്രെഡായി പോകും. അതുകൊണ്ട് ഞാൻ പിന്നെ പെന്നെടുത്തിട്ടാണ് പിന്നെ ഡാർക്ക് ചെയ്ത് കൊടുത്തത്. അതിനുശേഷം സൈഡൊക്കെ വരച്ചതിന് ശേഷം പിന്നെ അകത്തോട്ട് മാർക്കർ എടുത്തിട്ടാണ് ഡാർക്ക് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഈ ഒരു പോർഷൻ വരെയാണ് നമുക്ക് ഡാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ഇത്ര മാത്രം ചെയ്യാം. അതിനുശേഷം നമുക്കിത് നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. കത്രിക വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന അത്രയും രീതിയിൽ ചെയ്യാം. പിന്നെ ചില ഭാഗങ്ങൾ നമുക്ക് കത്രിക വെച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് ബ്ലേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്കിതുപോലെ ടിഷ്യൂ വേണം. ടിഷ്യൂ ഇങ്ങനെ രണ്ടായി മടക്കി വീഡിയോയിൽ കാണുന്ന വിധം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നോർമൽ ടിഷ്യൂ ആണെങ്കിൽ നമുക്ക് 4ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ആദ്യം സെൻറ്ററിൽ വെച്ച് കട്ട് ചെയ്യുക, പിന്നെ ബാക്കി വരുന്നത് വീണ്ടും സെൻറ്ററിൽ നിന്ന് മടക്കിയിട്ട് വീണ്ടും കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ മടക്കിയതിന് ശേഷം കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോയിൽ കാണുന്ന വിധം ഇതൊന്ന് മടക്കി കൊടുക്കണം. നമ്മൾ ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ടാക്കുമ്പോൾ പണ്ട് നമ്മുടെ ചോക്ലേറ്റ് പേപ്പറൊക്കെ എടുത്ത് മടക്കാറില്ല, അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് മടക്കി കൊടുക്കുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്രാഫ്റ്റാണിത്. നമുക്ക് കുട്ടികൾക്കൊക്കെ എളുപ്പമായിട്ട് ചെയ്യാൻ വേണ്ടി കഴിയും. പക്ഷേ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കലാണ് ഇത്തിരി പാടുള്ള പണി. അതൊന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി കുട്ടികളൊക്കെ ഇങ്ങനെ ടിഷ്യൂ ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, പിന്നെ ഗമ്മൊക്കെ വെച്ച് ഇതുപോലെ നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഞാൻ കുറേ എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. സ്റ്റിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, താഴേന്ന് മുകളിലോട്ടേക്കാണ് സ്റ്റിക്ക് ചെയ്യേണ്ടത്. മുകളിൽ താഴത്തേക്ക് സ്റ്റിക്ക് ചെയ്യരുത്, താഴേന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന വിധം വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. ഒരു ലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് സ്പ്രെഡായി പോയി, അതാണ് ഞാൻ തുടച്ച് കളഞ്ഞത്. ഇതുപോലെ ഒരൊറ്റൊരു ലൈന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കാം. ഈ വീഡിയോ കാണുന്ന വിധം തന്നെ ചെയ്യണം. ഇങ്ങനെ ഓരോ ലൈനാക്കി വരച്ച് കൊടുത്തിട്ട് ഇതുപോലെ ടിഷ്യൂ നമുക്ക് അതിൻ്റെ മുകളിൽ ഒട്ടിച്ച് കൊടുക്കാം. ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് താഴേന്ന് മുകളിലോട്ടേക്ക് ഒട്ടിക്കണമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അപ്പോഴും നമ്മൾ താഴെ ഒട്ടിക്കുന്നതിൻ്റെ ആ ഒരു മോൾ ഭാഗം പിന്നെ ഒട്ടിക്കുമ്പോൾ അത് കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം ഒട്ടിക്കേണ്ടത്. താഴത്തെ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞാലുള്ള അതിൻ്റെ മുകളിൽ ആ ചുരുക്ക് വരുന്ന ഭാഗം പിന്നെ ഒട്ടിക്കുന്ന ആ ഒരു പോർഷൻ അതിനെ കവർ ചെയ്യണം എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മുടെ ഏറ്റവും മുകളിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടിഷ്യൂവിൻ്റെ വീതി ഇത്രയും കൂടി കൂട്ടണം. അപ്പോൾ ഇത്രയും ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ചധികം സ്പേസ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അത് കവർ ചെയ്യുന്ന രീതിയിൽ കുറച്ചുകൂടെ വലുപ്പത്തിൽ എടുക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ എടുക്കുന്ന ടിഷ്യൂ 4ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, 2ആയിട്ടാണ് കട്ട് ചെയ്തത്. എന്നിട്ട് ഇതുപോലെ വേറൊരു സ്റ്റൈലാണ് വെച്ച് കൊടുത്തത്. അപ്പോൾ അത് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാകും. ആ ഒരു രീതിയിൽ വെച്ച് കൊടുത്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതിനുശേഷം ആ 2 ടിഷ്യൂവും കൂടെ സെൻറ്ററിൽ ഞാനൊന്ന് ഗ്ലൂ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ഒട്ടി നിൽക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നന്നാവുക. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ ഭാഗമാണ് ഫില്ല് ചെയ്യേണ്ടത്. അതും ഇതുപോലെ ഒരു ചെറിയൊരു ടിഷ്യൂ എടുത്തിട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഈ വീഡിയോ കാണുന്നത് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെറിയൊരു സ്പേസ് അവിടെ കിടപ്പുണ്ടാവും. അവിടെ നമുക്ക് ഒരു ബെൽറ്റ് പോലെ ഒന്ന് ആക്കിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ രണ്ട് കളർ പേപ്പറാണ് എടുത്തത്. അപ്പോൾ കളർ പേപ്പറിനകത്ത് നിന്ന് ഇതുപോലെ 3 എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് ഞാൻ ഈ വീഡിയോയിൽ വെക്കാൻ വിട്ടുപോയിട്ടാണ്. 3 ഞാൻ ഇതുപോലെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ആ ഒരു സ്പേസ് ഫില്ലായത്. ഓക്കെ, എന്നിട്ട് ആ ബാക്കി വരുന്ന സൈഡിലെ പോർഷൻ ഉള്ളിലോട്ട് വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ബാക്ക് ഭാഗത്തോട്ട് മടക്കിയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ചെറിയ ചെറിയ സ്പേസ് നമുക്ക് അവിടെ ഇവിടെയൊക്കെ കാണാം. ഇതെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞു ടിഷ്യൂ എടുത്തിട്ട് ആ സ്പേസ് കാണുന്ന ഭാഗമൊക്കെ ഒന്ന് ഉള്ളിലോട്ട് വെച്ചൊന്ന് പ്രസ് ചെയ്ത് ഫില്ലാക്കി കൊടുക്കുക. ഓക്കെ, ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ഒരു സ്കേർട്ടൊക്കെ ഒന്ന് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്ന് കളർ ചെയ്ത് കൊടുക്കാം. ഞാൻ ഓരോ സ്കേർട്ടിൻ്റെയും ആ ഒരു അടിഭാഗത്തായിട്ട് ഓരോ സ്കേർട്ടിൻ്റെ അല്ല ആ ഓരോ തട്ടായിട്ട് വന്നില്ലേ, അതിൻ്റെയൊക്കെ താഴ്ഭാഗത്തോട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഞാനിവിടെ അക്രിലിക് പെയിൻ്റാണ് കൊടുക്കുന്നത്. അത് നന്നായിട്ട് വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ആദ്യം ഞാൻ വാട്ടർ കളർ കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അത് നോക്കിയിട്ട് അവിടെയൊന്നും കണ്ടില്ല. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ഞാൻ അക്രിലിക് പെയിൻ്റ് എടുത്തത്. എന്നിട്ട് അതൊന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് ചെയ്ത് കൊടുത്തത്. വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ടിഷ്യൂവിൽ വെക്കുമ്പോൾ തന്നെ അത് അവിടെയൊക്കെ ഒന്ന് സ്പ്രെഡ് ആയിക്കോളും. ഇതുപോലെ അറ്റത്ത് മാത്രമാണ് കൊടുത്തത്. അപ്പോൾ ഒരു എന്തോ എനിക്ക് അങ്ങനെ ചെയ്യാനാണ് തോന്നിയത്. അതൊരു ഇത്തിരി ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. അപ്പോൾ ടിഷ്യൂ ആയതുകൊണ്ട് തന്നെ നല്ലോണം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമുക്ക് വെള്ളം മിക്സ് ചെയ്യുമ്പോൾ ടിഷ്യൂ കീറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാനായിട്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് പെയിൻ്റൊക്കെ ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അത് അവിടെ അങ്ങ് സ്പ്രെഡ് ആയിക്കോളും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്കിത് കളർ ചെയ്തെടുക്കാം. ഓരോരുത്തർക്കും ഓരോ നല്ല നല്ല ഐഡിയാസ് ഉണ്ടാവും. കളറിംഗ് ഒക്കെ നന്നായിട്ട് അറിയുന്നവർക്ക് നല്ല ഐഡിയാസ് ഉണ്ടാകും. അപ്പോൾ ആ ഒരു രീതിയിൽ കളർ ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ രീതിയിലാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷനും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കളറിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്ലിറ്റർ സ്റ്റോണൊക്കെ വെച്ചിട്ട് മാലയും വളയും അതുപോലെ ബെൽറ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി സ്റ്റോൺ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്ലിറ്റർ പെന്ന് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കളർ തന്നെ യൂസ് ചെയ്തിട്ടും ചെയ്താൽ മതി. സ്റ്റോൺ ആകുമ്പോൾ ഇത്തിരി കൂടി ഒരു തിളക്കം ഉണ്ടാവും കാണാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് ഗ്ലിറ്റർ പെയിൻറ്റോ അല്ലെങ്കിൽ ഗോൾഡൻ പെയിൻറ്റ്, സിൽവർ പെയിൻറ്റ് അതൊക്കെ കിട്ടും. അതൊക്കെ വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ സ്റ്റോണ് വെച്ച് പിടിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഡാൻസിങ് ലേഡി ബ്ലാക്ക് ആയതുകൊണ്ട് ഞാൻ സിൽവർ സ്റ്റോണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു തിളക്കം കാണും. അപ്പോൾ നമ്മുടെ മാലയും വളയും പോലെ തന്നെ ഹെയറും ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡാൻസിങ് ലേഡി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് വാളിലൊക്കെ സ്റ്റിക്ക് ചെയ്യുന്നതായിരിക്കും ഇത്തിരി കൂടെ ഭംഗി ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡാൻസിങ് ലേഡിയുടെ പരിപാടിയൊക്കെ ഇവിടെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മുടെ ഡാൻസിങ് ലേഡി ഇവിടെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഞാൻ ഈ ഡാൻസിങ് ലേഡിയെ വാളിലാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തത്. ആ ഒരു വാളിൽ ഒരു 4 ഹോൾ ഇരിപ്പുണ്ടായിരുന്നു. അതൊന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ തന്നെ സ്റ്റിക്ക് ചെയ്തത്. ആ ഒരു 4 ഹോളാണ് ഞാനവിടെ ഫ്ലവറായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.